ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലെ AC-യുടെ ഫിൽറ്റർ ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്നതും ഇപ്പോൾ AC-നെ കുറിച്ചാണ്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ തുറന്നതാണ് ഇതിൻ്റെ സാധനം. ഇതിനൊരു 2 ഫിൽറ്റർ ഉണ്ടാവും. അത് ഞാൻ ഇപ്പോൾ ഊരിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിലത്തെ പൊടിയൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. അങ്ങനെ ഗൈസ്, നമ്മളിപ്പോൾ ഒരു ഫിൽറ്റർ കഴുകിയിട്ടുണ്ട്, ഉണ്ടോ? ഇപ്പോൾ വൃത്തിയാക്കി എടുത്താണ്. ഇനി മറ്റേ ഫിൽറ്ററിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ ആദ്യം അയച്ചതിൻ്റെ മറ്റേത് അങ്ങനെയായിരുന്നു. ഇതേമാതിരി ഞാൻ ഇപ്പോൾ കൈ വെച്ചാണ്. ഫുള്ള് പൊടിയാ, കണ്ടില്ലേ? ഭയങ്കര പൊടിയാ. അത് തിരിച്ചു കൊടുക്കുമ്പോൾ കാണിച്ചു തരുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഇതാ ഒന്ന് ക്ലീൻ ആക്കിച്ചതാ, ഒന്ന് ക്ലീൻ ആക്കാൻ പോണേ. ഇതിന്റെ കണ്ടീഷൻ നോക്കിയതാ, ഇത്രയും പൊടി പിടിച്ചിട്ടുണ്ടോ? ഒരു 3 വർഷമായി ഏകദേശം ഇതുവരെ ക്ലീൻ ചെയ്തില്ല. ഇനിയിപ്പോ അത് ക്ലീൻ ആക്കുന്ന കാണാം. അപ്പൊ എന്താ എങ്ങനെ വൃത്തിയാന്ന് നോക്കാം. ഇവിടെ അതുകൊണ്ട് സാധാ വെള്ളം ഞങ്ങൾ AC വാങ്ങിയ ആദ്യമായിട്ടാണ് ക്ലീനിങ്. കണ്ടമാനം ചളിയാണ്. ഇനി അത് വർക്കിങ് അങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് നോക്കിയിട്ട്. ഹലോ ഗൈസ്, നിങ്ങളും വീട്ടിൽ ഇത് ചെയ്യേണ്ടതാണ്. കറണ്ട് ലാഭം, നല്ല വായു, ഓക്സിജൻ ഇതൊക്കെ നമുക്ക് ലഭിക്കും. മച്ചാനെ, കാർത്തികാണിത് കഴുകി വൃത്തിയാക്കുന്നത്. അവൻ്റെ പെർഫോമൻസ് എങ്ങനെ നോക്കട്ടെ. അവൻ AC MRI പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. റെഫ്രിജറേഷൻ ആൻഡ് AC, എയർ കണ്ടീഷൻ. ഹലോ ഗൈസ്, ആ നിലത്ത് കിടക്കുന്ന ആ കളറൊക്കെ ഇതിൻ്റെ ഫംഗസ് ആട്ടോ. പൊടിയും സാധനമൊക്കെയാണ് ആ തറയിൽ കിടക്കുന്നത്. പൊടികളൊക്കെ നിറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ AC-യുടെ ആ തണുപ്പ് തിരികെ പുറത്തേക്ക് വരില്ല. നമുക്ക് അങ്ങോട്ട് വായു വലിച്ചെടുക്കില്ല. ഹായ് മച്ചാനെ, ക്ലീനിങ് റെഡി. അതാ കൊണ്ടുവരുന്നുണ്ട്. ഇതാ ഇപ്പോൾ രണ്ടും ക്ലീനിങ് ആയി. നമ്മൾ രണ്ടും ഒരുമിച്ച് വെച്ച് നോക്കാം. കഞ്ഞാളോ? നമ്മൾ രണ്ടും വാഷ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രഷർ വാട്ടർ ഇല്ല, അതുകൊണ്ടാണ് കഴുകേണ്ടത്. നല്ല ക്ലിയറാണിത്. വെള്ളം ഉള്ളതുകൊണ്ടാണ് ചളിയായിട്ട് തോന്നുന്നത്.
ഇപ്പോൾ നല്ല സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എ സി വരുന്നത്. ഇൻവെർട്ടർ എ സി ആണ്. അപ്പോൾ കറണ്ട് ബില്ലൊക്കെ ആവും. 40% ലാഭിക്കാൻ നിൽക്കുകയാണെന്ന് പറയപ്പെടുന്നത്. പിന്നെ ഇതാണ് അതിൻ്റെ ഉള്ളത്തെ കൂളിംഗ് കോയിൽ എന്ന് പറഞ്ഞ സാധനം, തണുപ്പിക്കുന്ന സാധനം. പിന്നെ അതിൻ്റെ ഉള്ളൊരു ഇതാ മേലെ കണ്ടോ, തെർമോ സ്വിച്ച് ഉണ്ടാവും. ടെമ്പറേച്ചറൊക്കെ നോക്കി സെൻസ് ചെയ്യുന്ന സാധനമാണിത്. ഇതതിൻ്റെ ലൈനും കാര്യമൊക്കെ, ഇവിടെ അതിൻ്റെ പൈപ്പ് ലൈനും കാര്യമൊക്കെ ഉണ്ടാവും. കണ്ടാലും ഇങ്ങനെ മനസ്സിലാവും, ഇത് അയച്ചാലൊക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഇതിൻ്റെ ഉള്ളിലുണ്ട് പൊടികളും കാര്യങ്ങളൊക്കെ, അതൊക്കെ ക്ലീൻ ആക്കണം. പിന്നെ ഇവിടെ അതിൻ്റെ വയറിങ്ങിൻ്റെ കാര്യമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പൊക്കെ. ഗായ്സ്, അതിൻ്റെ ഡിസ്പ്ലേ വരുന്ന സംഭവം ഉണ്ടോ? ഡിസ്പ്ലേ ഡിഗ്രി ഒക്കെ എഴുതി കേട്ടില്ലേ, 27 ഡിഗ്രി. അങ്ങനെ ഏറ്റവും കുറഞ്ഞ ഡിഗ്രി ഇതാ 17 ഇതാ കാണുന്നുണ്ടോ? ഉണ്ടോ? അവിടെ എഴുതി കാട്ടുക. ഞാൻ വേണം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് കാണിച്ചു തരുന്നുണ്ട്. കേട്ടോ ഡിസ്പ്ലേൻ്റെ സാധനം, അതിൻ്റെ വയറിങ് കാര്യമൊക്കെ ഇതാ. അതിൻ്റെ ഉള്ളിൽ ബോർഡ് ഉണ്ട് തോന്നുന്നു. അപ്പോൾ അതാ ഇവിടെയാണ് അതിൻ്റെ സെറ്റപ്പൊക്കെ. കൂളിംഗ് കോയിലും വാഷ് ചെയ്യാനൊക്കെ അയക്കുന്നത്, അതൊന്നും കുഴപ്പമൊന്നുമില്ല വിചാരിക്കുക. തൽക്കാലം ഇപ്പോൾ ഫിൽറ്റർ മാറ്റിയിടാം, അല്ല ക്ലീൻ ചെയ്തിടാം. ഇതിൻ്റെ ഉള്ളിലത്തെ ഷെല്ലുകളുണ്ടോ, ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മടങ്ങിപ്പോവും. കാറിൻ്റെ റേഡിയേറ്റർ പോലെ തന്നെ സെറ്റപ്പൊക്കെ. നമ്മൾ മടങ്ങി പോവാതാണ് അത് ഫിൽറ്റർ മടങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ എയർ പുറത്തേക്ക് വരില്ല. അങ്ങനെ കണ്ട് ഇതിൻ്റെ സെറ്റപ്പ്. ഹലോ ഗായ്സ്, തിരുമ്പാൻ അയച്ചിട്ട് ഒരു ലുങ്കി എടുത്തിട്ടാണ് ഇപ്പോൾ കാർത്തിക് തുടയ്ക്കുന്നത്. മറ്റേ ചെറിയ കഷ്ണം തുണി കൊണ്ട് എടുത്തിട്ട് അത് ഫുള്ള് ക്ലിയർ ആവുന്നില്ല. അപ്പോൾ ഒരു ലുങ്കി തുണി ഉണ്ടായിരുന്നു അവിടെ, അപ്പോൾ അതെടുത്ത് പതുക്കെ ഇങ്ങനെ ആക്കുക. ഫിൽറ്ററിന് തുടച്ചുകൊണ്ട് കേട്ടോ. ഷെല്ലടഞ്ഞു കേട്ടോ. ഷെല്ലുകൾ അടഞ്ഞു പോയാൽ പിന്നെ എയർ ഇട്ടില്ല. അഥവാ നീ താഴെ വീഴുകയാണെങ്കിൽ ഒരിക്കലും AC തുടരുത്. AC പിടിച്ച് വീണാൽ AC താഴത്തുണ്ടാവും. വീഴുകയാണെങ്കിൽ നമ്മൾ മാത്രം വീഴുക. അതായത് ചില ആളുകൾ വീഴുമ്പോൾ AC-ൻ്റെ ഇങ്ങനെ ഈ ഡോറ് പിടിക്കൂ, പിന്നെ AC-ൻ്റെ മുകളിൽ പിടിച്ച് നിൽക്കാൻ കഴിയുമെന്ന് നോക്കൂ. AC-ക്ക് അതിനുള്ള ആരോഗ്യമൊന്നുമില്ല, അത് പൊട്ടി താഴെ പോകും. അതും നഷ്ടവും ഇതും നഷ്ടവും, നമ്മളെ കാലും പോയി കയ്യും പോയി ഒക്കെ പോകും. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് നഷ്ടമായി, അല്ല എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ മതിയല്ലോ. കൈ മുകളിൽ പോട്ടെ, ഏറ്റവും ടോപ്പിലേക്ക്. അതിൻ്റെ കൂടെ അധികം കളിക്കണ്ട, അത് ഇതാണ് ഡിജിറ്റലിൻ്റെ. ആ നെറ്റുമ്പോൾ തുടക്കുന്നത് എത്തൂല. പിന്നെ ഇവിടെ സ്വിച്ചൊക്കെ ഉണ്ട്, അവിടെ നോക്കണം. തെർമോ സ്വിച്ച്, ഇവിടെ റേഡിയേറ്ററിന്റെ സ്വിച്ചൊക്കെ പോലെ തന്നെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഉള്ളുകൂടെ മണ്ണാത്തന്റെ വലയാണത്. MRI AC ആണ് ഇവൻ പഠിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അതിൽ ഉൾപ്പെട്ട സാധനങ്ങളാണ്. സ്വന്തം വീട്ടിലത്തെ വടക്കാക്കി പഠിക്കലാണല്ലോ നല്ലത്.
മറ്റവരെ AC വർക്ക് ചെയ്താൽ പിന്നെ അവര് വിടൂല, അവരെ അടിച്ച് പണിയാക്കൂലേ. സ്വന്തം വീട്ടിലത്തെ നഷ്ടപ്പെടുത്തിയാൽ മതിയല്ലോ. ഹലോ ഗായ്സ്, 2 ഫിൽറ്റർ എല്ലുമ്പോ ഒന്ന് ഇപ്പൊ ഫിറ്റ് ചെയ്തിട്ട് മറ്റേ കൊടുക്കാം. രണ്ടും വേറെ വേറെ കേട്ടോ. ഇവിടെ നടുവില് അതിന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്, ലോക്കൊക്കെ ഉണ്ട്. അങ്ങനെ ഇട്ടിട്ട് ഇത്രേ ഉള്ളൂ പരിപാടി. സെറ്റപ്പായി. AC ഓൺ ചെയ്യാൻ പോവാണ്. ഇത് കുടുങ്ങില്ല, സൈഡ് കുടുങ്ങില്ല. സീറ്റിംഗ് ആണല്ലോ. ഈ ഭാഗം ഏതെന്തൊരു വളവുള്ള മാറിപ്പോയോ? ഇല്ല, രണ്ടും റെഡിയാ. ഞാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട സെന്റർ റെഡിയാണോ? റെഡിയാണല്ലോ. ഇവിടെ നടുക്ക് സീറ്റിംഗ് അല്ലാത്ത മാതിരി ഉണ്ടല്ലോ. അല്ലാതെ ഉയർച്ച വായത് അവിടെ തൊട്ട് നോക്ക് അവിടെ. അപ്പോൾ അങ്ങോട്ട് ചേഞ്ച് ചെയ്തിട്ടല്ലോ. അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തിന്റെ ഒരു കുഴപ്പമായി. രണ്ടും ഒരേ തന്നെയാണ് സെറ്റ്. അതുണ്ടാവും എന്തായാലും കേട്ടോ. അതങ്ങനെ തന്നെ ഉണ്ടാവും. അത് മാറ്റിയിട്ട് കുഴപ്പമില്ല വിചാരിക്കുക. പിന്നെ ലോക്കുണ്ട് ഇവിടെ, താത്തി കൊടുക്കുക. ലോക്ക് ഒഴിവാക്കുക. ഓൺ ചെയ്യാൻ പോവാ. ഓൺ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ സ്വിച്ച്. അപ്പോൾ അവിടെ എന്നിട്ട് റിമോട്ട് എടുത്ത് ആണ് റിമോട്ട് അവിടെ ചൊട്ടിക്കൂടില്ല. വർക്കിംഗ് ആയത് ഗൈസ്. അതാ അത് അവിടെ നിന്ന് തുടയ്ക്കണം. ഓടുക. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചേറുണ്ട്. ഇവിടെ അതിൻ്റെ ചുണ്ടുമ്മൽ കുറച്ച് ചുണ്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. ചുണ്ട് തുറക്കുക, ചുണ്ട് അടയ്ക്കുക ആണല്ലോ. ചുണ്ടിൻ്റെ മുകളിൽ നല്ല പൊടിയാണ്. ഓ, കണ്ടോ ഭായി, നല്ല വെള്ളം വരുന്നത്. ഈ തുണീൻ്റെ തല മാറ്റി പിടിച്ച് ഒന്നുകൂടി ക്ലീൻ ചെയ്യാം. സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേണം തുടക്കാൻ. ചെറിയൊരു ഇത് ഉള്ളൂ സാധനം. പിടുത്തോ ഗൈസ് നോട്ടെ ചളി. ഓ, ഇത്രയും ചളി ഉണ്ടല്ലേ. അങ്ങനെ മുണ്ടഴിഞ്ഞു പോയി സാർ. അങ്ങനെ മുണ്ടെടുത്തിട്ട് വേണം പിന്നെ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ AC വരെ പൊട്ടും മുണ്ടഴിഞ്ഞാൽ. കാരണം പെട്ടെന്ന് മുണ്ട് വീണാൽ നമ്മൾ പെട്ടെന്ന് കൈവിട്ട് മുണ്ട് പിടിക്കും, അതോടുകൂടി AC പൊട്ടും. അതുകൊണ്ട് അതൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് ആയിക്കോട്ടെ. ശരിക്കും പറഞ്ഞാൽ നല്ല
ടിപ് ടോപ്പ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം പണി. അയ്യേ അതല്ല വേണ്ടത്, നമ്മൾ ചെയ്യുന്ന പണി വൃത്തിയായാൽ മതി. അല്ല നമ്മൾ സേഫ്റ്റി നല്ല ടിപ് ടോപ്പിലൊക്കെ വന്ന് പണി അറിയാത്തവൻ എന്ത് ചെയ്യാൻ കഴിയും? അതല്ല, മറ്റേ ഇതിനായിട്ട് പ്രത്യേകം ഡ്രസ്സൊക്കെ ഉണ്ട്, പാൻറ്റും ഇതൊക്കെ. നമുക്ക് ഈ മുണ്ടയച്ച് അതൊന്നും തുണിയുടെ തല മാറ്റി ക്ലീൻ ചെയ്യണം. പൊടി എത്രയാണ് ഗായ്സ്? യുടെ ഫിങ്സ് ആണെന്ന് വേണം പറയാല്ലേ. ലീഫ് ചുണ്ട്, ഈ ചുണ്ട് അനങ്ങുമ്പോഴാണ് നമുക്ക് AC വർക്കിങ്ങിൻ്റെ എല്ലാം വരുന്നത്. ഡയറക്ഷനൊക്കെ ഓണായിക്കോ. പക്ഷെ ഇതിൻ്റെ ടോപ്പ് മുകളിൽ തുടയ്ക്കേണ്ടതാണ്, അവിടെ വളരെ ചളി ഉണ്ടാവും. വലിയ തുണി എടുത്ത് തുടച്ചാണ്, അതുപോരാ. അതിന് ടോപ്പിലേക്ക് പോട്ടെ, ടോപ്പിൽ തുണി തട്ടിക്കഴിഞ്ഞാൽ വലിയ തുണി എടുത്ത് തട്ടിക്കാണ്. ആ തുണി മൊത്തം എടുത്തിട്ടേ ടോപ്പിൽ മതി ഭായി. ചവിട്ടി കൊടുക്കല്ലേ, അതവിടെ ഇടല്ലേ, അത് കിടക്ക്. സംഭവം ഓണായി. ഇനി ഓണാവുന്നേ. ഇനി നമ്മൾ ഇതൊന്ന് കൂട്ടിക്കൊള്ളു AC. പക്ഷേ ഇതിൽ ബാറ്ററി കുറവാണ്, റിമോട്ട്. ഇതില് ടെമ്പറേച്ചർ ഒക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ ഗായ്സ്, ഇതിൽ ടെമ്പറേച്ചറൊക്കെ ഉണ്ട്. ഇതിലിതാ ഇപ്പോൾ കൂളിലാണ് ഉണ്ടത്. എന്നിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഉണ്ടോ കുറയുന്നത്? അപ്പോൾ ഏറ്റവും കുറഞ്ഞതിൽ 17 ഇപ്പോൾ 17 നോക്കാം.